ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കുറച്ച് നാൾ ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വീണ്ടും തലമുക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ വൃത്തികെട്ടവളില്ലേ, ഇവളുടെ പേര് പറയാൻ പോലും ഞാൻ അറക്കിയ. ഇവളെ വെച്ചിട്ട് വീഡിയോ റിയാക്ഷൻ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ആരും ഇവളെ മുസ്ലിം ചേർത്ത് വിളിക്കരുത്. കാരണം ഇസ്ലാം മത വിശ്വാസികൾക്ക് അപമാനവും നാണക്കേടുമാണ് ഈ വൃത്തികെട്ട സാധനം. സംഘപരിവാറിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വൃത്തികെട്ടവളാണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോഴൊന്നും ഒരു അക്ഷരവും മിണ്ടത്തില്ല. കാരണം അവർ ഇവിടെ വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ മന്ദബുദ്ധിയായിട്ടുള്ള ഈ വൃത്തികെട്ട ഫ്രോഡ് സാധനം ഇവള് ഈ കാണിക്കുന്ന തെമ്മാടിത്തരം, ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ വീണ്ടും ഇവള് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയിട്ട് റീലെടുത്തു. ആ റീലെടുത്തത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ ഇവക്കെതിരെ വീണ്ടും പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് ഇവക്കെതിരെ കേസെടുത്തു. വർഗീയ കലാപത്തിനടക്കമാണ് അവർ കേസെടുത്തിരിക്കുന്നത്. കാരണം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ അതുപോലും മാനിക്കാത്ത ഈ പിഴച്ച സന്തതി ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വിഭാഗീയതയും ഇവിടുത്തെ സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പട്ടിക്ക് പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ടവൾ. കാരണം ഇവിടെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എന്താണ് ഈ സമൂഹത്തിൽ ഇവള് കിടന്നുകൊണ്ട് ഈ അഴിഞ്ഞാടുന്നത്? എന്തിൻ്റെ പേരിലാണ് ഇവൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിഞ്ഞു കയറുന്നത്? ഒരു കേക്ക് കെട്ടിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഈ ലസിത പാലയ്ക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവളെ വിമർശിക്കുന്ന മറ്റേതെങ്കിലും സ്ത്രീകളായിക്കോട്ടെ, ഹൈന്ദവ സ്ത്രീകളായിക്കോട്ടെ, അവര് വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇവൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് അവർ പറയുന്നതിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ട് കാണും അല്ലേ? ഞാൻ ഈ തട്ടം അങ്ങോട്ട് മാറ്റുക, ഞാൻ അങ്ങോട്ട് പൊട്ട് അങ്ങോട്ട് കുത്തുക, ഇനി ഞാൻ അങ്ങോട്ട് അമ്പലത്തിൽ അങ്ങോട്ട് കയറുക, ഞാൻ അവിടെ അങ്ങ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ വിമർശിച്ചപ്പോൾ അവരെ തെറി പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള പിഴച്ചവളാണ് ഇവളും ഇവളെ അനുകൂലിച്ച് നിൽക്കുന്ന സംഘിവാണങ്ങളും. ഈ സംഘിവാണങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ഇവളീ കിടന്നുകൊണ്ട് കൂത്താടുന്നത്. ഇവളെ വെച്ചിട്ട് ഈ നാട്ടിലൊരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത്. ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാർ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പിഴച്ച സന്തതി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ മുക്കിയ ചൂലിനി പിഴച്ചവളെ അവിടുന്ന് അടിച്ചോടിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് കൊണ്ടു ചാടിക്കും. എന്തായാലും ഇവിടെ ആ റീൽസൊക്കെ ഇട്ടതിന് ശേഷം കോടതി വിധിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ റീല് അതങ്ങ് മുക്കി. എന്നിട്ട് ഇവിടെ ഒരു ന്യായവുമായിട്ട് വരുന്നുണ്ട്. ഇത് വീഡിയോ ഉണ്ടോ? ഈ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും ഗുരുവായൂരിൽ റീൽസ് ചിത്രീകരണം നടന്നിരിക്കുന്നു. പടിഞ്ഞാറേ നടയിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചതിന് ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കേസെടുത്തോടെ റീൽസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അഫ്സാന ഫസൽ ചേരുകയാണ്. അഫ്സാന, ഏത് സാഹചര്യത്തിലാണിത് വീണ്ടും ഒരു കേസെടുക്കേണ്ട നടപടികളിലേക്ക് നീങ്ങേണ്ട സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത്? ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചതിന് വീണ്ടും ജസ്ന സലീമിനെതിരെ, കോഴിക്കോട് സ്വദേശി ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. കഴിഞ്ഞ ഏപ്രിലും ഇവർക്കെതിരെ സമാനമായ രീതിയിൽ കേസെടുത്തിരുന്നു. ഇപ്പോൾ പടിഞ്ഞാറേ നടയിൽ വെച്ചാണ് റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് ഇപ്പോൾ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കലാപാഹ്വാനത്തിനുൾപ്പെടെ ഉള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ കൃഷ്ണഭക്തി എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ താരമായിരുന്നു ഈ ജസ്ന സലീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർക്കെതിരെ പല വിവാദങ്ങളും ഉടലെടുത്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് കേക്ക് മുറിച്ചതും അതുപോലെ തന്നെ അവിടെ എത്തിയ ഭക്തജനങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെട്ടതുമെല്ലാം വലിയ വിവാദങ്ങളായിരുന്നു. ഇതിന് ശേഷമാണ് ഈ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തെല്ലാം ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിനെല്ലാം ഒരു വിലക്ക് ഏർപ്പെടുത്തിയത്. നമസ്കാരം, ഞാൻ ജസ്ന സലീം. എന്നെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യത്തിന് പ്രതികരിക്കണമെന്ന് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ചില സമയത്ത് വിചാരിക്കും വേണ്ട, അതങ്ങ് വിട്ടേക്കാം. ചിലപ്പം വിചാരിക്കും പ്രതികരിക്കണം തന്നെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ തട്ടം ഉപേക്ഷിച്ച കാര്യം. മതം പകുതി മുക്കാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച മട്ടിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പം എനിക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്, എന്തിനെക്കുറിച്ചാണ് പ്രതികരിക്കാനുള്ളത് എന്നുള്ളതും ഏകദേശം നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്നെക്കുറിച്ച് എന്തൊരു ന്യൂസ് വരുന്ന സമയത്തും ഹൈന്ദവരായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ വന്നിട്ട് ഹൈന്ദവരായിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് വീഡിയോ ചെയ്യുന്നതും കമൻ്റ് ഇടുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഈ അമ്പല പരിസരത്ത് പോകുന്നത്? നിങ്ങൾക്ക് പള്ളിയുടെ മുമ്പ് പോയിട്ട് പിന്നെ റീൽ എടുത്തൂടെ? നിങ്ങൾക്ക് പള്ളിയുടെ മുമ്പ് പോയിക്കൂടെ? നിങ്ങൾക്ക് പള്ളി കയറിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും ഇങ്ങനെ മെസ്സേജ് അയക്കാറും ഇതേപോലെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹൈന്ദവരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പള്ളിയിൽ പോകണം. ഞാൻ മതം വിട്ടൊരു വ്യക്തിയാണ്.
എന്നിട്ടും ഞാൻ ആ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർക്കുക. എനിക്ക് ആ മതത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ഞാൻ ആ മതത്തിൽ എന്താ പറയുക എന്നെ കുറ്റം പറയുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മുടെ ഷൈനി മധുസൂദനൻ ആ അമ്മശ്ശിക്ക് പറഞ്ഞൊരു കാര്യം, അമ്മശ്ശിക്ക് പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു പള്ളിയിൽ പോയാൽ നിങ്ങൾ കയറ്റുമോന്ന്. അല്ലെൻ്റെ തള്ളേ, നിങ്ങൾ പള്ളിയിൽ കയറി പോയി നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾ പള്ളിയിൽ കയറി പോയിട്ടുണ്ടോ? വേണ്ട, ലസിത പാലക്കൽ, നിന്നോട് ഞാൻ വെല്ലുവിളിക്കാം, നീ ഒന്ന് പള്ളീൻ്റെ അടുത്ത് പോയി നോക്ക്. എന്നെ ആരെങ്കിലും നീ ഹിന്ദു ആണെന്ന് പറഞ്ഞ് അവിടുന്ന് എറിഞ്ഞു ഓടിക്കുമെന്ന് നോക്ക്. ഇസ്ലാം മതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത്. നീ ഇപ്പം വേണ്ട, ഒരു പള്ളി പരിസരത്ത് പോയി ഒന്നും വേണ്ട, ഇനിയിപ്പോൾ പള്ളിയിൽ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് എനിക്ക് നിങ്ങളുടെ പള്ളി ഒന്ന് കാണാൻ താല്പര്യമുണ്ട്, ഒന്ന് കാണിച്ചു തരുമോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. അവരെന്ത് വർഗീയത അവിടെ ഉണ്ടാക്കുക എന്നൊന്നും നീ ഒന്ന് പറ. വേണ്ട, ശ്രീല പിള്ളനോടാണ് പറയുന്നത്. നീ ഒന്ന് പോയിട്ട് ഒരു പള്ളിയിൽ പോയിട്ട് ഞാൻ നിങ്ങളുടെ പള്ളി ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് കയറട്ടെ എന്ന് പറയുമ്പം അവരെന്ത് പറയും? നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വിട്ട് പോയിക്കോളൂ. എന്നിട്ട് അവരെന്താ പറയുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? പോയി നോക്കിയിട്ട് വേണം പറയാൻ. അവിടെ ഈ പള്ളി പരിസരത്ത് എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇന്ന മതസ്ഥർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ, ഇന്ന മതസ്ഥർ കയറരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയിൽ എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നുണ്ട്. അത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ട്, പിന്നെ സ്ത്രീകൾ പള്ളി പോവാതിരിക്കാനുള്ള കാരണവും കൂടി ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഓരോ ബാങ്ക് വിളിക്കുന്ന സമയത്തും സ്ത്രീക്ക് വീട്ടിൽ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പള്ളി ഒരുപക്ഷെ നമ്മുടെ അടുത്തെങ്ങാനും ഇല്ലെങ്കിൽ ഈ ഓടിപ്പോയിടിച്ചെങ്ങാനും പള്ളിയിലേക്ക് ഓടി അവിടെ പോയി നിസ്കരിച്ച് വരുന്ന ആ സമയവും അവിടെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ടുള്ള ആ ഒരു കാര്യവും ഇതെല്ലാം കൂടി കൂട്ടിയിട്ടായിരിക്കും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയാം. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കേണ്ട, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളി എന്ന് പറയുന്നത്. എല്ലാവരുടെ വീടിൻ്റെ മുമ്പിലും പള്ളി ഉണ്ടാവണമെന്നില്ല. ആണുങ്ങൾ പുരുഷന്മാർ പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് അവർക്ക് ഏത് പള്ളിയിലും എപ്പോഴും കയറിയ അവർക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ സൗകര്യം അതാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വീടാണ്, ഏറ്റവും സൗകര്യം അതാണ്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ നിങ്ങളെ പള്ളിയിൽ പോയാൽ ഇങ്ങളെ പള്ളിയിൽ പോയാൽ ഇങ്ങളെ പള്ളിയിൽ പോയാൽ എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പള്ളിയിൽ പോയാൽ ഇപ്പം എന്താ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുക, ഞങ്ങളുടെ പള്ളിയാക്കിയിട്ട് തന്നെ ചോദിക്കുക. ആരെങ്കിലും പോയി നോക്കിയിട്ടാണോ ഈ പറയുന്നത്? അരുണേട്ടൻ്റെ ഈ ഫ്രോഡ് അമാനം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്ന്. ഇവളത് കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരം എന്താ? ഇവള് നിന്ദിക്കലാ കാണിച്ചത്. ഹൈന്ദവ മത വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന പ്രവർത്തികളാണ് ഈ പിഴച്ചവള് കുറെ നാളായിട്ട് കണ്ണൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതിലൂടെ പൈസയും സമ്പാദിച്ച് പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സ് കീഴടക്കിയിട്ട് ഇവൾ ഈ കാണിക്കുന്ന തെമ്മാടിത്തരം, ഇതിനെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ തന്നെയായിരുന്നു. കാരണം ഇവൾ കാണിക്കുന്ന തെമ്മാടിത്തരമാണെന്ന് പറഞ്ഞത്. അതിനാണ് ഇവൾ മതം വിട്ടു എന്ന് പറയുന്നത്. നിന്നെ മതത്തിൽ നിന്ന് പണ്ടേ പറഞ്ഞു വിട്ടതാ, നീ പാതി മുക്കാലങ്ങാണ്ട് വിട്ടെന്നല്ലേ പറഞ്ഞത്. നിന്നെ തലക്കടിച്ച് പറഞ്ഞു വിട്ടിരിക്കുക. നിനക്ക് ജന്മം തന്നിട്ടുള്ള മാതാപിതാക്കളുണ്ടല്ലോ, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരെയാണ് പറയേണ്ടത്. അവർ പണത്തിന് വേണ്ടി നിന്നെ വെച്ചുകൊണ്ട് മുതലെടുത്തുകൊണ്ടിരിക്കുക. സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം മത വിശ്വാസികളും ഹൈന്ദവ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലത്തെ ചില പുഴുത്ത ജന്മങ്ങൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ മുളപൊട്ടി പുറത്തേക്ക് വരും. അവരെയൊക്കെ വളർന്നു വരുന്നതിന് മുമ്പ് തലക്കടിച്ച് നിലത്തിരുത്തേണ്ടത് ഈ സമൂഹത്തിലുള്ള നല്ലവരായിട്ടുള്ള ആളുകളാണ്. ഇവിടെ പിന്നിൽ കളിക്കുന്നവരുടെ അജണ്ട അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇതിനെല്ലാം കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ തന്നെയാണ്. ഇനി ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ 7 അയലത്ത് ഈ വൃത്തികെട്ട പിഴച്ചവളെ അടുപ്പിക്കാൻ പാടില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങൾ മുസ്ലിം പള്ളിയിൽ കയറിയിട്ടുണ്ടോ ഹൈന്ദവരെന്ന്? ഇവിടുത്തെ മുസ്ലിം പള്ളികളിൽ ഹൈന്ദവരെയും കയറ്റും, ഹൈന്ദവ സ്ത്രീകളെയും കയറ്റും. അതിനൊന്നും ഇവിടെ ഒരു സംശയമില്ല. അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് കയറാൻ പാടില്ല എന്നൊക്കെ. ഇതൊക്കെ പറയാനായിട്ടുള്ള യോഗ്യത നിനക്കൊണ്ടോടി? നിനക്കുണ്ടോ ഇതൊക്കെ പറയാനുള്ള യോഗ്യത? അന്യമതത്തിന്റെ വിശ്വാസങ്ങളിൽ കയറി ചൊറിയുന്ന നീയാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് ഇമ്മാരി കൊണയടിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീഡിയോ കാണുന്ന നിങ്ങൾ, ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി രൂക്ഷമായ ഭാഷയിൽ ഞാൻ വിമർശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ ഞാൻ നിർത്തുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ഷെഫീന ബീവി ഇവളുടെ അണ്ണാക്കിലടിക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഇവർക്ക് മറുപടി കൊടുക്കാൻ ഷെഫീന ബീവി തന്നെയാണ് ബെറ്റർ. അപ്പോൾ അതുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും